നിനക്ക് കിടക്കാറായില്ലടാ. തനിച്ച് നീ മോളിൽ പോയി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി നീ സ്നേഹമായിട്ട് സംസാരിക്കുകയാണ്. സ്നേഹ എന്നെ വിളിച്ചില്ല ഫാദർ. സാധാരണ ഈ സമയം കൊണ്ട് ഒരു 10-20 തവണയെങ്കിലും വിളിക്കേണ്ടതാ. ഇപ്പൊ ഒരു കോളില്ല, മെസ്സേജ് ഇല്ല. ഡാ, അത് അവളോട് വല്ല തിരക്കുണ്ടാവും. ഫാദർ ന്യായീകരിക്കുകയാണോ? സ്നേഹിക്ക് വല്ലാത്ത മാറ്റമുണ്ട്. അവളുടെ അച്ഛൻ പറഞ്ഞതിനപ്പുറം ഫാദറിന് ന്യായീകരിക്കാൻ പറ്റുമോ? ഡാ, ആദ്യം ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ മുന്നിൽ നിന്ന് രംഗനാഥൻ തുറന്ന് സംസാരിച്ചപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നോടും നിന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് അയാൾ അത് പറയുന്നതെന്ന്. അപ്പോൾ ആ പറഞ്ഞത് വേറെ തരത്തിൽ കാണരുതടാ. സ്നേഹയുടെ കാര്യത്തിൽ നിനക്കുള്ള വിഷമം പോലെ അയാൾക്കൊരു വിഷമമുണ്ട്. അങ്ങനെ കാണാവൂ, അങ്ങനെ ചിന്തിക്കാവൂ. എന്തൊരു കഷ്ടമാണിത്. എനിക്കും മാമിന് ഒരു പങ്കുമില്ലാത്ത കാര്യം സംസാരിക്കുക, അത് തന്നെ 2 പക്ഷം തിരിഞ്ഞ് സംസാരിക്കുക. എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും മൈഥിലി നാളെ വരുമല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. രംഗനാഥന്റെ പ്രശ്നവും നിന്റെ പ്രശ്നമൊക്കെ ഒരേ സമയത്ത് പരിഹരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, നാളെ മൈഥിലി മാം എന്നെ വരെ കാത്തിരിക്കാം. പക്ഷേ മാഡം ഒന്നും തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലാതെ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? അരുണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വ്യക്തിത്വമുള്ളതും ഏറ്റവും മാനസിക കരുത്തുള്ളതും മൈഥിലിക്കാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ മൈഥിലി മൗനം പാലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവിച്ചത് എത്ര രൂക്ഷമായ കാര്യമായാലും മൈഥിലി അത് തുറന്നു പറഞ്ഞിരിക്കും. മൈഥിലി മാമിനെ എങ്ങാനും സ്നേഹം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് എനിക്ക് പൊറുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹയുമായിട്ടുള്ള റിലേഷൻ എന്നേക്കുമായിട്ട് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. നീ എന്റെ കയ്യകലത്തിൽ നിന്ന് മാറിയുന്നോ? അവസാനിപ്പിക്കാൻ പോണു അത്രേ. ഡാ, അങ്ങനെയുള്ള ബന്ധമാണോ നിങ്ങൾ തമ്മിലുള്ളത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ ഈ തമ്മിൽ തല്ലും വഴക്കും കുറച്ച് കാലമായിട്ട് ഞാൻ കാണുന്നതാ. പക്ഷേ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വൃത്തികെട്ട തീരുമാനമായിട്ട് എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ, പിന്നെ എൻ്റെ രീതി മാറുവേ. എടാ, ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. തമാശയ്ക്ക് പോലും അങ്ങനെ ഒരു കടുത്ത തീരുമാനം വിളിച്ചു പറയരുത്. കാരണം എന്താ, പിന്നെ പതുക്കെ പതുക്കെ ആ തീരുമാനത്തിലേക്ക് എത്താൻ നമ്മുടെ മനസ്സിനൊരു വ്യഗ്രത ഉണ്ടാവും. അത് നാശമാണ് കുഞ്ഞെ. എല്ലാവരുടെയും നന്മയല്ലാതെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിന്നെ തേടി ഒരു ദുരന്തവും വരില്ല. അതിലെനിക്ക് വിശ്വാസമുണ്ട്. ഈ വീർത്തു നിൽക്കുന്ന കുമിളകളൊക്കെ നാളെ ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പോകാവുന്നേ ഉള്ളൂ. കർത്താവ് തമ്പുരാൻ അതിന് സഹായിക്കട്ടെ. അച്ഛനെ കിടക്കാറായില്ലേ? നമ്മുടെ ബസ് സ്റ്റാൻഡിന് പുറകെ കിടക്കുന്ന പ്രോപ്പർട്ടി ചോദിച്ച് ചിലർ വന്നിരുന്നു. അതിന്റെ പേപ്പേഴ്സും ചെക്ക് ചെയ്യാ. എന്നാ പിന്നെ ഓക്കെ, ഗുഡ് നൈറ്റ്. അരുൺ വിളിച്ചായിരുന്നു മോളെ? ഫോൺ സൈലന്റ്. ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ നോക്കിയിട്ട് കുറെ നേരമായി. നീ അങ്ങോട്ട് വിളിച്ചായിരുന്നു? ഇല്ല. വിളിച്ചാ അരുൺ തിരക്കിലായിരിക്കും. എന്തിനാ വിളിച്ചു വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ ഒന്ന് നിന്നേ. അരുൺ ഒരു ക്രിട്ടിക്കൽ പേഷ്യന്റ് അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ആവർത്തിച്ച് വിളിക്കുക നിന്റെ ശീലം. ഇപ്പോ അരുണിന്റെ ഫോൺ വന്നു എന്നുള്ള ചോദ്യത്തിന് പോലും നിന്റെ ഉത്തരം വിചിത്രമാണ്. കാലം കഴിയുന്തോറും കൂടുതൽ പക്വത കാണിക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പക്വത കാണിക്കുന്നത് തെറ്റാണോ? പക്വത കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേ നീ ഇപ്പൊ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഗ്യാപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. രാത്രിയായി. ഇപ്പൊ ഏറ്റവും നല്ല കാര്യം ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങുന്ന. നമുക്ക് ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ അച്ഛാ, നമുക്ക് സംസാരിക്കാമല്ലോ. ഗുഡ് നൈറ്റ്. എന്താ താനിവിടെ? ഇത് നമ്മുടെ വീടിനകത്തുള്ളൊരു മുറിയല്ലേ. ഇവിടേക്ക് ഞാൻ വന്ന എന്താ കുഴപ്പം? സാരംഗ് പേടിച്ചോ? ഞാനെന്തിനാ പേടിക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ ഞാൻ സാരംഗിനോട് സംസാരിക്കാനേ അല്പം സമയത്തിന് വേണ്ടി നടക്കുക. എനിക്ക് ഉറങ്ങാറായി. എനിക്ക് ഉറക്കം കിട്ടില്ല.
എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴെങ്കിലും സാരംഗ് കേട്ടേ പറ്റൂ. പറയേ. സാരംഗിന് എന്നെ വേണ്ട. സാരംഗിന്റെ ഒപ്പം ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അത് വ്യക്തമായിട്ട് സാരംഗ് പറഞ്ഞു കഴിഞ്ഞു. അച്ഛനമ്മമാരും ഞാനും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എത്ര നിർബന്ധിച്ചിട്ടും സാരംഗ് പറയാത്തൊരു കാര്യമുണ്ട്. എന്നിൽ കണ്ട കുറ്റം. അതറിയാനാണെങ്കിൽ സമയം ചെലവാക്കണ്ട. പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. പറയിപ്പിക്കും ഞാൻ. കഴിഞ്ഞ ദിവസം സ്നേഹ ഇവിടെ വന്നപ്പോ ആ കുട്ടി എന്നോട് നാണം കെട്ട ഒരു ചോദ്യം ചോദിച്ചു. അതെന്തായിരുന്നു സാരംഗിന് അറിയോ? എനിക്കെങ്ങനെ അറിയാം? ആ കുട്ടിയായിട്ട് എനിക്ക് അടുപ്പമൊന്നുമില്ല. അതെനിക്കറിയാം. പക്ഷേ സ്നേഹ എന്നോട് ചോദിച്ച ആ വൃത്തികെട്ട ചോദ്യത്തിന്റെ പുറകില് സാരംഗുണ്ട്. സാരംഗിന്റെ മനസ്സിലുള്ള കാര്യ സ്നേഹ എന്നോട് ചോദിച്ചത്. താൻ വെറുതെ അതും ഇതും പറയാതെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. വെറുതെ സമയം കളയാതെ. ഇതിനല്പം സമയം ചെലവാക്കണം സാരംഗ്. കാരണം സ്നേഹ ഇവിടെ എത്തിക്കുന്നതിന് സാരംഗ് സമയം ചെലവാക്കിയിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നാ താനീ പറയുന്നേ? സ്നേഹയെ കാണാൻ യാമി പോയിരുന്നു. സാരംഗ് അത് അറിഞ്ഞില്ലേ? നിഷേധിക്കണ്ട, അറിഞ്ഞില്ല എന്ന്. യാമിയെ കൊണ്ട് സാരംഗ് സ്നേഹയിലൂടെ എത്തിച്ച കാര്യം അത് ഇനിയെങ്കിലും നിങ്ങൾ എന്നോട് നേരിട്ട് പറയണം. എനിക്കത് കേട്ടേ പറ്റൂ. ഈ ലോകം ജയിക്കാൻ ഒറ്റയ്ക്ക് പറ്റുന്ന വിചാരിക്കുന്ന സാരംഗിനെ എന്റെ ഈ ചോദ്യത്തെ നേരിടാൻ പറ്റുന്നില്ലേ? പറയേ, എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ പറയേ. ആ വൃത്തികെട്ട നിങ്ങളുടെ നാവിന്ന് തന്നെ ഞാനത് കേൾക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസ്തവ. സാരംഗ്, എന്റെ മുഖത്തേക്ക് നോക്ക്. മുഖത്തേക്ക് നോക്കാൻ എന്ന് പറഞ്ഞ സാരംഗ് എന്ന ഭർത്താവിൽ തൃപ്തിയാവാതെ ഞാൻ വേറൊരു പുരുഷനെ തേടിപ്പോയി. അതും ഞാൻ എന്റെ മോനെ പോലെ ആങ്ങളെ പോലെയും കാണുന്ന അരുണിനെ. അല്ലേ സാരംഗ്? ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നതിനേക്കാളും നല്ലത് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ നിങ്ങൾക്ക്? ഇതിനേക്കാളും ചീപ്പായ ഒരു കാര്യം നിങ്ങൾക്കിനി എന്താ ചിന്തിക്കാനുള്ളത്? നിങ്ങളുടെ വൃത്തികെട്ട മനസ്സത് ചിന്തിച്ചു എന്ന് മാത്രമല്ല, ഒന്നും അറിയാത്ത നമ്മളുടെ മോളുടെ മനസ്സിലേക്ക് നിങ്ങളത് കുത്തിവെക്കുകയും ചെയ്തു. അവളും കാണുന്നുണ്ടായിരുന്നു ചിലതൊക്കെ. എന്ത് കണ്ടുന്ന്? എന്ത് കണ്ടുന്നാ ഞാൻ ചോദിച്ചത്? നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിലിനി കൂടുതൽ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. നിർത്ത്. ഈ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ സ്ഥാപിക്കാനാണോ സാരംഗ് ശ്രമിക്കുന്നത്? അതെ. താൻ എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, നമ്മുടെ മക്കളെ വഞ്ചിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. ഈ അവസാനം പറഞ്ഞ വാക്കുകളിൽ പോലും നിങ്ങൾക്ക് ഞാനൊരു മര്യാദ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊരു വാക്കെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയാ അതെനിക്ക് വേണ്ടോന്ന് വെക്കേണ്ടി വരും. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുക. ആ നിമിഷങ്ങൾ മുഴുവനും നിങ്ങൾ എന്നെ നോക്കിയത് സംശയത്തോടെയല്ലേ? അല്ലേ? മനുഷ്യര് തമ്മിലുള്ള ബന്ധം ഏതളവിലാണ് നിങ്ങൾ നോക്കി കാണുന്നത്? നിങ്ങളുടെ ബിസിനസിന്റെ ലാഭനഷ്ടങ്ങളുടെ പേരിലോ? സാരംഗ്, നിങ്ങൾ കോടീശ്വരനാണ്, വളരെ ഞെട്ടിക്കുന്ന ബിസിനസ് മാഗ്നറ്റ് ആണ്. പക്ഷെ ഈ ഒരു കാര്യം ചിന്തിച്ചപ്പോ നിങ്ങളെക്കാളും തരം താണ വേറൊരാൾ ഈ ഭൂമിയിലില്ല. നിങ്ങൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ നിമിഷം മുതല് ഓരോ രാത്രിയിലും നിങ്ങളുടെ മനസ്സ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പഴയ പോലെ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഇത്രയും നാണം കെട്ട രീതി ചിന്തിക്കുന്ന നിങ്ങളെ എനിക്ക് വെറുപ്പാ. ഇതിനേക്കാൾ ഉറപ്പോടെ വേറൊരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ നോക്കി കണ്ടിട്ടില്ല. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, വെറുപ്പാണ്, വെറുപ്പാണ്. അമ്മേ, അമ്മേ, വേണ്ടമ്മേ, വഴക്കിടണ്ട. എനിക്ക് പേടിയാവുന്നു. സാരംഗ്, ഞാൻ ഇപ്പോഴും ഇവരെ പേടിക്കുന്നുണ്ട്, ഇവരെ ബഹുമാനിക്കുന്നുണ്ട്. എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് എനിക്കിനി ഒന്നും പറയാനില്ല. നിങ്ങൾ വല്ലാതെ അങ്ങ് ജയിച്ചു പോയി. ഇതിനേക്കാൾ കൂടുതൽ എന്നെ തോൽപ്പിക്കാൻ ഒന്നുമില്ല, ഒന്നും.
മൈഥിലി, എന്താടോ ഈ നേരത്ത്? സോറി അനാമിക, എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ വേറെ ആരുമില്ല. എന്തു പറ്റി? താ സാരംഗിനോട് ചോദിച്ചോ? ചോദിച്ചു. സാരംഗത് നിഷേധിച്ചില്ല. സംശയമല്ല, അത് സത്യം തന്നെയാന്നാ പറഞ്ഞത്. ഈശ്വര, എന്നിട്ട്? എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അനാമിക. ഇനി എനിക്ക് ആ മനുഷ്യന്റെ മുഖത്ത് മര്യാദയോടെ നോക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അകന്നുപോയി ഞാൻ. എടോ, ഞങ്ങൾ സംസാരിക്കുന്ന കേട്ട് മക്കൾ എഴുന്നേറ്റ് വന്നു. അവരുമെല്ലാം കേട്ടു. യാമിയോട് താ സംസാരിച്ചോ? ഇല്ല, എന്റെ മക്കളുടെ മുമ്പിൽ ഒരു ചീത്ത വാക്ക് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നിട്ടും ഞാനിതൊക്കെ എങ്ങനെ? ഞാനിപ്പോ അങ്ങോട്ട് വരണോ? വേണ്ട. എല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്നിരുന്നപ്പോ നെഞ്ചിനൊക്കെ എന്തോ ഭാരം പോലെ. അതാ ഞാൻ വിളിച്ചത്. മൈഥിലി, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. അല്ലാതെ എന്തോടോ ഇപ്പൊ പറയാൻ പറ്റുക? ഈ അവസ്ഥയിൽ ഞാനിപ്പോ അങ്ങോട്ട് വന്നാലും സാരംഗിന് അത് ഇഷ്ടാവില്ല. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ എത്ര രാത്രിയായാലും താൻ എന്നെ വിളിക്കണം, കേട്ടല്ലോ? വിളിക്കാം. ഞാനിതുവരെ യദുക്കുട്ടന് മുഖം കൊടുത്തിട്ടില്ല. വാതിലിന്റെ പുറത്തുനിന്ന് അവനെ എവിടെ മുതൽ കേട്ടുവെന്നും എന്തൊക്കെ കേട്ടുവെന്നും എനിക്കറിയില്ല. എന്റെ കുഞ്ഞ് എന്നോട് എന്തായിരിക്കും അനാമിക ചോദിക്കാൻ പോകുന്നത്? അമ്മ ചീത്തയൊന്ന് ചോദിക്കൂ അവൻ? ഇല്ല. ആശ്വാസത്തിന്റെ ഒരു തുരുത്ത് എല്ലാവർക്കും നീക്കി വെച്ചിട്ടുണ്ടാവില്ലേ? ഏത് കുട്ട അങ്ങനെയൊന്നും ചോദിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കും. ഓക്കെ. രഞ്ജിത്ത്, ഞങ്ങള് ഇന്ന് കുറച്ച് നേരത്തെ കടന്നു. ശരി, നീ പോയി കിടന്നു. മൈഥിലി, കുഴപ്പമില്ലടോ, രാവിലെ കാണാം നമുക്ക്. ശരി. ഇത് ആരോടോ രാത്രി വിളിച്ചത്? മൈഥിലിയ. രഞ്ജിത്ത് ഉണരണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ. എന്താ ഈ നേരത്ത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല രഞ്ജിത്ത്, വാ നമുക്ക് കിടക്കാം. താൻ അവിടെ നിന്നെ. എന്താ നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കുന്ന രഹസ്യം? ഞാൻ അറിയാൻ പാടില്ലാത്ത എന്താ അത്? രഞ്ജിത്ത്, ഡിസ്കസ് ചെയ്യാൻ മൈഥിലിക്ക് പോലും നാണക്കേട് തോന്നുന്ന കാര്യ. ഞങ്ങൾ തമ്മിലാവുമ്പോ അത് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. രഞ്ജിത്ത് അത് അറിയാതിരിക്കുന്നതും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതുമാണ് നല്ലത്. പറയാം, പിന്നെ പറയാം. അച്ഛാ, എന്താ മോളെ? അമ്മ ഇനി എന്നോട് ചോദിക്കുമല്ലേ? അമ്മ ബഹളം ഉണ്ടാക്കും. അച്ഛനോട് സംസാരിച്ചതിനേക്കാൾ എന്നോട് ദേഷ്യപ്പെടും. ഇല്ല, അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പേടിയാവുന്ന അച്ഛാ. ആ, മോള് പേടിക്കണ്ട. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ട കാര്യമല്ലേ. ഇപ്പൊ അറിഞ്ഞു, അത്രേ ഉള്ളൂ. അമ്മ എല്ലാരോടും പറയും. അനാമിക ആന്റിയോട് പറഞ്ഞു. ആന്റി എന്നോട് ദേഷ്യപ്പെട്ടു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ മോളത് അച്ഛനോട് മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ അവരോട് മറുപടി പറഞ്ഞോളൂ. 1-2 ദിവസം അമ്മ എന്തെങ്കിലും ചോദിച്ചാ ആ ചോദ്യം അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. മറുപടി പറയാൻ നിൽക്കണ്ട. അച്ഛൻ എന്നെ 2-3 ദിവസം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോവോ? അപ്പൊ എനിക്ക് ആരെയും കാണണ്ടല്ലോ. തിരിച്ചിങ്ങോട്ട് തന്നെ വരണ്ടേ? അപ്പോഴും ചോദ്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ? മോളെന്തിനാ പേടിക്കുന്നേ? അച്ഛൻ കൂടിയില്ലേ? എത്ര വലിയ സംഭവം ഉണ്ടായാലും അച്ഛന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന വിശ്വാസമില്ലേ? ഉണ്ട്. എനിക്കിപ്പോ അച്ഛൻ മാത്രല്ലേ ഉള്ളൂ. അച്ഛനും മോള് മാത്രമേ ഉള്ളൂ. യദു ഇപ്പൊ എപ്പോഴും കാരണങ്ങൾ ഉണ്ടാക്കി എന്നോട് വഴക്കിടുക. അവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. അവൻ കുഞ്ഞല്ലേ. അവനോട് അമ്മ പറഞ്ഞിട്ടാ ഓരോന്ന് ചെയ്യുന്നത്. വിട്ടുകള മോളെ.
എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും നാളും നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ജീവിതമായിരിക്കില്ല ഇനി അങ്ങോട്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരാം. മോള് ശ്രദ്ധിക്കണം. അമ്മ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ മോക്ക് അച്ഛനുണ്ട്. അച്ഛനുണ്ടടി നിനക്ക്. അമ്മേ, അമ്മ എന്താ എന്നെ നോക്കാത്തെ? മോന് അമ്മയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അമ്മ ചീത്തയാന്ന് മോന് തോന്നുന്നുണ്ടോ? എന്റെ അമ്മ നല്ലതാ, ദൈവത്തെ പോലെ നല്ലതാ. അമ്മേനെ അച്ഛനോട് മിണ്ടാൻ പോണ്ട, ചേച്ചിയോട് മിണ്ടാൻ പോണ്ട. അവർക്കമ്മ ഇഷ്ടമല്ലല്ലോ, മിണ്ടാണ്ട. അമ്മയുടെ ഏതുക്കുട്ടൻ എന്തെങ്കിലും അമ്മയെ വെറുക്കോ? ഇല്ല, എനിക്ക് എന്നും എൻ്റെ അമ്മ ഇഷ്ടമായിരിക്കും. അമ്മ, ഇനി കരയല്ലേ അമ്മ? അമ്മ കരയുമ്പോ മോനും കരച്ചിൽ വരും. ഏതുക്കുട്ടാ, ഇത്രയും കാലം അമ്മ മക്കളെ വളർത്തിയത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ തുറന്നു പറഞ്ഞോണ്ടാ. ഇപ്പൊ ആദ്യമായിട്ട് എനിക്ക് എന്റെ മോനോട് പറഞ്ഞു തരാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരിക്കുക. മോൻ ചേച്ചിയോടും അച്ഛനോടും ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. ഇനിയും ഇതിനെക്കുറിച്ച് കേൾക്കേണ്ടി വന്നാല് അമ്മ ഇല്ലാതായി പോടാ. അമ്മയ്ക്ക് അമ്മയുടെ എതുമോ ഉണ്ട് കേട്ടോ. അമ്മ കരയാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ രഞ്ജിത്തെ സാരംഗിന്റെ കമ്പനിയുടെ അവസ്ഥ? അന്ന് നമ്മൾ തമ്മിൽ കണ്ടപ്പോ താൻ പറഞ്ഞു സാരംഗിന് എല്ലാ കാര്യത്തിലും കണക്കൂട്ടലുകൾ വ്യക്തമാണ്. ഇപ്പോഴും തന്റെ ചിന്ത അങ്ങനെ തന്നെയാണോ? ഭദ്രമാണോ കാര്യങ്ങള്? അല്ല, കാര്യങ്ങള് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കുട്ടിച്ച. ചില കനത്ത വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അശോകിനോടുള്ള പൂർണ്ണമായ വിശ്വാസം കാരണം സാരംഗ് കുറെ അബദ്ധങ്ങൾ കാണിച്ചു കൂടിയിട്ടുണ്ട്. അതൊന്നിച്ചെടുക്കുമ്പോ വല്ലാത്തൊരു ഭാരമാണ്. ആ അശോകനെ എങ്ങാനും നേർക്ക് നേരെ കണ്ടിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ. ഇത്രയും സ്വാതന്ത്ര്യവും ആത്മാർത്ഥതയും കൊടുത്തിട്ട് പകരവൻ എന്താ ചെയ്തത്? ആലോചിക്കാൻ വയ്യ. രഞ്ജിത്ത് വിചാരിച്ച എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കാൻ പറ്റൂ? ഞാൻ അതിനുള്ള ശ്രമത്തില്. ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ സാരംഗിന്റെ വലിയൊരു വീഴ്ച നമുക്ക് കാണേണ്ടി വരുമായിരുന്നു കുട്ടിച്ച. അതിനുള്ള യോഗമില്ല. അല്ല, സാരംഗിന്റെ ശത്രുക്കൾക്ക് അതിനുള്ള യോഗമില്ല. അതുകൊണ്ടല്ലടോ കൃത്യസമയത്ത് തന്നെ താൻ അവിടെ ചെന്ന് പെട്ടത്. ഇനി കാര്യങ്ങൾ തന്റെ കയ്യിലാണ്. കുട്ടിച്ച, കാലം പഴയതാണെങ്കിലും ബിസിനസ്സിലുള്ള കുട്ടിച്ചന്റെ മികവ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ചില ഉപദേശങ്ങൾ അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ വന്നാ ചോദിക്കാമല്ലോ അല്ലേ?